ഇന്ന് എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായി. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വന്നതാണ്. ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട്, 95 kg ഒക്കെ ഉണ്ട്. ഒരു ലേഡിയാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ ഫുഡ് ഹാബിറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് എപ്പോഴും ചോറ് കഴിക്കും. അതായത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, പിന്നെ ഒരു 5 മണി സമയത്ത് ചോറ് കഴിക്കും, പിന്നെ രാത്രി കിടക്കുമ്പോൾ ചോറ് കഴിക്കും. ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കിടക്കുന്നത്, ആ സമയത്തും ചോറ് കഴിക്കും. ഇങ്ങനെ ഫുൾ ടൈം ചോറ് തന്നെയാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട് അവരുടെ ഡയറ്റിൽ. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ പറയുന്ന ഒരു കാര്യവും അവർ പറയുന്നത് ചോറില്ലാണ്ട് അവർക്ക് പറ്റില്ല, ചോറില്ലാണ്ട് അവർക്ക് തലകറക്കം വരും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, വെയിറ്റ് ലോസിന് ആണല്ലോ വന്നതല്ലേ, വെയിറ്റ് ലോസിന് വരുമ്പോൾ ഡയറ്റീഷ്യൻ പറയുന്നത് കേൾക്കണം അല്ലേ. നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റി വെക്കണം. അല്ലാതെ അതുമേ തന്നെ പിടിച്ച് വെച്ചിരുന്നിട്ട് വെയിറ്റ് കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റണം. കുറേയൊക്കെ നിങ്ങളുടെ ഹാബിറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്, പക്ഷേ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഹാബിറ്റ് പിന്തുടർന്നാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം, അതൊരിക്കലും പറയാനായിട്ട് പറ്റില്ലല്ലോ. ആ ലേഡി രാത്രി ഫുഡ് കഴിച്ചിട്ട് ഉടൻ തന്നെ കിടക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല എന്നാണ്. അതൊക്കെ ശരിക്കും നമ്മുടെ ഒരു മെൻ്റൽ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മാറ്റി വെക്കാനായിട്ടും തയ്യാറാവണം. ഏകദേശം നിങ്ങളൊരു 2 ആഴ്ച കറക്റ്റായിട്ട് ഒരു 15 ദിവസം നിങ്ങളുടെ ഹാബിറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഓക്കെ ആയിക്കോളും. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ചോറ് ഒരുപാട് കഴിക്കുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൽ ചോറ് പരമാവധി ഒഴിവാക്കാൻ പറ്റാത്തവർക്കൊക്കെ പറയാറുണ്ട് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാനായിട്ട്. പക്ഷെ ചോറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഓട്ടോമാറ്റിക്കലി കൂടുതൽ കഴിക്കും. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 2 ചപ്പാത്തിയിൽ തന്നെ ഒതുക്കാനായിട്ട് പറ്റും. പക്ഷെ ചോറ് അങ്ങനല്ല. ചോറ് വിളമ്പുന്നതിനും ആ ഒരു ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കൂടുതലും ചപ്പാത്തി പറയാറുണ്ട്. ഇപ്പോൾ ചോറ് അത്യാവശ്യം അത്രയും ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചോറ് കഴിക്കാനും പറയാറുണ്ട്. പക്ഷേ എല്ലാ നേരമൊക്കെ ചോറ് കഴിച്ച് അവരുടെ ഹാബിറ്റ് ഒന്നും മാറ്റാൻ തയ്യാറല്ല എന്നുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. വെയിറ്റ് കുറയ്ക്കാൻ തന്നെ പറ്റില്ല. ലൈഫ് സ്റ്റൈലാണ് ഇമ്പോർട്ടൻ്റ്. ഡയറ്റ് എന്നതിലുപരി ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം എന്ന് സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം ഉള്ള ആളുകൾക്ക് മാത്രമേ വെയിറ്റ് കുറയ്ക്കാനും ആ ഒരു കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുള്ളൂ കേട്ടോ. താങ്ക് യു.